വെൽക്കം ടു ടെക്കുലാസ്. ഐ ആം ദിൽഷ. ഇന്ന് നമ്മൾ VS കോഡ് ഇൻസ്റ്റലേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ VS കോഡ് എന്നാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നാണ്. ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് കോഡ് എഡിറ്റർ ആണ്. ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ഇതൊരു പ്രോഗ്രാമേഴ്സിന് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് കോഡ് റൈറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഈസി ആയിരിക്കും. സോ നമുക്കിനി എങ്ങനെയാണ് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. സോ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു ബ്രൗസർ വേണം. നമ്മളിവിടെ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ VS കോഡ് ഡൗൺലോഡ് എന്ന് കൊടുക്കാം. നമുക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ OS ഏതാണോ അത് ഡിപ്പെൻസ് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ VS കോഡ് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കതിനെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ക്രിയേറ്റ് എ ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്ന് കാണാം. ഇത് ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാം, ബിക്കോസ് നമുക്ക് VS കോഡിൻ്റെ ഐക്കൺ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സോ ദെൻ നെക്സ്റ്റ് നമുക്ക് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഇപ്പം നമ്മുടെ VS കോഡ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്ന് നോക്കിയാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. നമുക്കിനി എങ്ങനെയാണ് ഒരു ഫയൽ VS കോഡിലേക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് ഒരു ന്യൂ ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ സാമ്പിളോ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ഫോൾഡർ ഈ ഒരു ഐക്കണിലേക്ക് നമുക്ക് കൊടുത്താൽ ഓപ്പൺ ചെയ്ത് കിട്ടും. ആ ഒരു ഫോൾഡർ നമ്മുടെ VSലേക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇതുപോലെ നമ്മളുടെ ഫയൽസ് ഓർ ഫോൾഡേഴ്സ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് CMD എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ദെൻ കോഡ് സ്പേസ് ഡോട്ട് എന്ന് കൊടുത്താലും നമുക്ക് നമ്മളുടെ ആ ഒരു കറണ്ട് ഫോൾഡർ നമ്മുടെ VS കോഡിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വെച്ച് നമുക്ക് നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫയലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സാമ്പിളായിട്ട് നമുക്ക് ഒരു HTML ഫയലാണെങ്കിൽ .html എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് CSS ആണ് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് sample.css എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്താൽ നമുക്കത് ക്രിയേറ്റ് ആയി കിട്ടും. ഇനി ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ സെയിം സാമ്പിൾ, ഞാൻ ഇത് ജസ്റ്റ് കൊടുക്കുന്ന നെയിമാണ് JS എന്ന് കൊടുത്താൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയി. നമുക്കിനി പൈത്തൺ കൊടുക്കണമെങ്കിൽ .py എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്താൽ നമുക്ക് പൈത്തൺ ഫയൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് ഇതുപോലെ VS കോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ VS കോഡിൻ്റെ ഇൻസ്റ്റലേഷൻ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.